ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നമ്മുടെ എന്താ പറയുക, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കാലി ബോട്ടിൽ കൊടുക്കുമ്പോൾ എങ്ങനെ ക്യാഷ് നമുക്ക് ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ജർമ്മനിയുടെ ഒരു സിസ്റ്റത്തെ പറ്റി ഞാൻ ചെയ്തിരുന്നു. അതുപോലെ വേറൊരു സിസ്റ്റം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വേറൊന്നുമല്ല, നമ്മുടെ കയ്യിൽ ഒത്തിരി ചില്ലറ പൈസ ഉണ്ടാവുമല്ലോ, കോയിൻസ്. ആ കോയിൻസ് നമ്മൾ ഒരു മെഷീനിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ക്യാഷ് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ കഴിഞ്ഞ 7 മാസമായിട്ട് ഞാൻ ഇവിടെ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന ചെറിയ കോയിൻസ്, അതായത് 1 സെന്റ് 2 സെന്റ് അങ്ങനെയൊക്കെ കിട്ടുന്ന ക്യാഷ് ഞാൻ എന്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കളക്ട് ചെയ്തതല്ല, ഞാൻ പിന്നെ അത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് €1 വരുന്ന സമയത്ത് 1 സെന്റ് വെച്ച് എണ്ണി അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്ത്, ഞാൻ അത് എൻ്റെ അടുത്ത് കുറച്ച് കോയിൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് കൊണ്ട് മെഷീനിലിട്ട് അതെങ്ങനെ ക്യാഷ് ആക്കാം എന്നൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ അടുത്ത് എത്രത്തോളം കോയിൻസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള കോയിൻസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കഴിഞ്ഞ 7 മാസമായിട്ട് ഞാൻ ഷോപ്പിംഗ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന കോയിൻസ് ആണിത്. ഇത് കണ്ടോ, ഇതിനകത്ത് 10 സെന്റ് ഉണ്ട്, 2 സെന്റ്, 50 സെന്റ്, അങ്ങനെ ഒത്തിരിയേറെ കോയിൻസ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ ചെറിയൊരു ബാഗിനകത്തും ഉണ്ട് കോയിൻസ്. അപ്പോൾ നമുക്ക് ഈ കോയിൻസ് കൊടുത്തിട്ട് എങ്ങനെ നോട്ടാക്കുമെന്ന് നോക്കാം. ഈ വീഡിയോയിൽ കാണുന്ന ഈ അച്ചാർ ഞാൻ തന്നെ ഉണ്ടാക്കിയ അച്ചാറാണ്. നാരങ്ങയും ഡേറ്റ്സും കൂടി ഇട്ടിട്ടുള്ള അച്ചാറാണ്. നല്ല രസമുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടി ഞാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കോയിൻ ചേഞ്ച് ചെയ്യാനായിട്ട് മെഷീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ആമാട പെട്ടി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ആമാട പെട്ടിയല്ല, ആമാട സഞ്ചി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മെഷീൻ ഇംഗ്ലീഷിലും യൂസ് ചെയ്യാം. ഇപ്പോൾ പറയുന്ന വെച്ചാൽ നമ്മൾ എത്ര കോയിൻ ഇട്ട് അത് കൗണ്ട് ചെയ്ത് എത്ര യൂറോ ആണോ ഉള്ളത്, ആ യൂറോയുടെ 9.9% ഈ മെഷീൻ സർവീസ് ചാർജായിട്ട് എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ കോയിൻ ഇട്ട് ലാസ്റ്റ് കൗണ്ട് ചെയ്തതിനു ശേഷം നമുക്ക് ക്യാഷ് കിട്ടുമെന്ന്. മെഷീൻ വഴി നമുക്ക് കിട്ടുക ഒരു പ്രിൻറ്റഡ് വൗച്ചറാണ് കിട്ടുക. ഈ പ്രിൻറ്റഡ് വൗച്ചർ നമ്മൾ ഈ ഷോപ്പിൽ കൊണ്ട് ക്യാഷ്യറിൻ്റെ കൊടുക്കുമ്പോൾ നമുക്ക് ക്യാഷായിട്ട് അവർ തരും. മാത്രമല്ല, നമുക്ക് ഈ പറയുന്ന ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും ഷോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഷോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വൗച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ വൗച്ചറിൽ നിന്നുള്ള എമൗണ്ട് റിഡീം ചെയ്യും. ജസ്റ്റ് ഇൻ കേസ് നമ്മൾ ഈ ഷോപ്പ് ചെയ്ത എമൗണ്ട് നമ്മുടെ ഈ വൗച്ചറിൽ നിന്ന് മുകളിലാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് ബാലൻസ് എമൗണ്ട് നമുക്ക് പേ ചെയ്താൽ മതി. ഗൈസ്, അങ്ങനെ നമ്മുടെ കോയിൻ ഏകദേശം തീർന്നു. നമ്മുടെ ആമാട സഞ്ചി കാലിയായിട്ടുണ്ട്. വൺസ് നമ്മുടെ ഈ കോയിൻ ഈ മെഷീൻ മൊത്തം കൗണ്ട് ചെയ്തതിന് ശേഷം മുകളിലൊരു അനിമേഷൻ കണ്ടായിരുന്നോ, ചില കോയിന് റിട്ടേൺ വരും. ഒരു താഴത്തൊരു സ്പേസിൽ റിട്ടേൺ വരും, കൗണ്ട് ചെയ്യാണ്ട് റിട്ടേൺ വരും. അത് നമ്മൾ ഒന്നും കൂടി എടുത്ത് തിരിച്ച് ഇടുമ്പോൾ അത് ഒന്നേന്ന് കൗണ്ട് ചെയ്തിട്ട് വരും. ഞാൻ ആദ്യമായിട്ടാണ് ഈ മെഷീനിൽ ഈ കോയിൻ ഇടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ മുകളിൽ അനിമേഷൻ ശ്രദ്ധിച്ചപ്പോഴാണ് ഞാനത് ചെയ്തത്. കണ്ടോ, നമ്മളത് എടുക്കുമ്പോൾ കുറച്ച് കോയിൻസ് ബാക്കി വന്നിട്ടുണ്ടാവും. അത് ലാസ്റ്റ് എണ്ണി തീരുന്നത് വരെ നോക്കണം, ഇനിയും അത് വരും. ഗൈസ്, അങ്ങനെ നമ്മുടെ കോയിനൊക്കെ ഏകദേശം എണ്ണിക്കഴിഞ്ഞു. ഏകദേശമല്ല, ടോട്ടലി എണ്ണിക്കഴിഞ്ഞു. ഇനി നമ്മൾ ആ വൗച്ചറിന് പ്രിൻ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ കൊടുത്തു.
വൗച്ചർ പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വൗച്ചർ കൊണ്ട് നമ്മൾ ക്യാഷ്യറിൻ്റെ കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ക്യാഷ് ആയിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാം. ഞാനൊന്നും മേടിക്കുന്നില്ല. ഓൾറെഡി ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നു. ഞാൻ ഏകദേശമൊക്കെ ഇന്നലെ മേടിച്ചിരുന്നു. കുറച്ച് സാധനമൊക്കെ ഇന്നലെ മേടിച്ചു. അങ്ങനെ നമുക്ക് ക്യാഷ് കൺവേർട്ട് ചെയ്തു. ഞാൻ അങ്ങനെ എന്താ പറയുക, ചെറു കോടീശ്വരനായിട്ട് മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളേ.ありがとう。